എൻ്റെ പേര് ശിഖ എന്നാണ്. ഞാൻ വരുന്നത് ആലപ്പുഴ മാവേലിക്കരയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2026 ജനുവരി 18-നാണ്. എൻ്റെ അമ്മ ഉടമ്പടി എടുത്തത് മുതലാണ് ഞാൻ ഒരു വിശ്വാസിയായി തുടങ്ങിയത്. ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു. അതിൽ നിന്ന് ഒത്തിരി മാറി ഞാനൊരു വിശ്വാസിയായിട്ട് വന്നത് അമ്മ ഉടമ്പടി എടുത്തപ്പോഴാണ്. അമ്മ ഉടമ്പടി എടുത്ത മെയ്യിൽ അത് തൊട്ട് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ നടന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം ഞാൻ നിരീശ്വരവാദിയാവാൻ കാരണവും അല്ലെങ്കിൽ അങ്ങനെ ആവുന്നതിൽ കാരണം എൻ്റെ ജീവിതത്തിലുണ്ടായ സമാധാനമില്ലായ്മ, ഉറക്കമില്ല, കടങ്ങൾ, അങ്ങനെ കഴിക്കാൻ പോലും ഒന്നുമില്ലാത്തൊരവസ്ഥ. അപ്പം ഞാൻ വിചാരിച്ചു, എന്നെ കേൾക്കാത്ത ദൈവം എന്തിനാ എനിക്കെന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയട്ടെ, ഞാൻ വിശ്വസിക്കാൻ കാരണം തന്നെ ഞാൻ ഇപ്പം സ്വർഗസ്ഥനായെന്ന പിതാവേത് ജപം പറയുമ്പോൾ അന്നന്ന് വേണ്ടുന്ന ആഹാരം നൽകി എന്നും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നമ്മൾ പറയും. സത്യത്തിൽ അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നേ വരെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ആഹാരം മുടങ്ങിയിട്ടില്ല. ഒരു മനുഷ്യനെന്ന നിലയിൽ സമാധാനവും ഞങ്ങൾക്ക് കിട്ടി, ആഹാരവും കിട്ടി. ഇതിൽ പരം എന്താണ് ഒരു മനുഷ്യനെന്ന രീതിയിൽ വേണ്ടത്? കാരണം സമാധാനവും തന്നു, അന്നന്ന് വേണ്ടുന്ന ആഹാരവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാനൊരു വിശ്വാസിയായി. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അമ്മയാണെങ്കിൽ ഉടമ്പടി വെച്ചപ്പം എൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വെച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. രോഗത്തിൻ്റെ കാരണത്താൽ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്ത് അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. ഉടമ്പടി എടുത്ത് ഒരു 2 ആഴ്ച പോലും ആയില്ല, എൻ്റെ രോഗം മാറി. ഞാൻ പോലും അറിഞ്ഞില്ല മാറിയത്. അപ്പോൾ എനിക്കൊരു ചെറിയ വിശ്വാസം വന്നു. അതായത് ഞാൻ +2 പഠിക്കുമ്പോൾ, അതായത് 2018 മുതൽ എനിക്ക് ആ രോഗമുണ്ട്. അത് എവിടൊക്കെ പോയിട്ട് ഒരു മാറ്റവും വന്നില്ല. പക്ഷേ ഇപ്പം അത് മാറിയെന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട് എന്നുള്ളൊരു വിശ്വാസം വന്നു. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് കൊടുത്ത ആ ബുക്ക് എടുത്ത് ഞാൻ എന്നും വായിക്കും. എനിക്ക് അറിയത്തില്ല എങ്ങനെ വായിക്കണമെന്ന്. ഉടമ്പടി പുസ്തകം എടുത്ത് ഞാൻ വായിക്കും. അപ്പോൾ എനിക്ക് വായിക്കേണ്ട എന്നൊന്നും അറിയത്തില്ല. ഞാൻ A to Z കാര്യങ്ങളും എല്ലാ ദിവസവും വായിക്കും. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഞാൻ എപ്പോൾ വായിച്ചാലും എൻ്റെ പുറകിലൊരു നിഴൽ വരും. അപ്പം ഞാൻ ആദ്യം എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, ഉറക്കമില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഉറക്കമുണ്ട്, പക്ഷേ ഇതേപോലെ ഞാൻ രാത്രിയിലാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ബാക്കിലൊരു നിഴൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയാണ് പറഞ്ഞത്, അത് മാതാവാണ്, ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ ഓരോരുത്തർക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ നിരീശ്വരവാദിയായിരുന്നപ്പം ഞാൻ പറഞ്ഞായിരുന്നു, ഏത് ദൈവമാണെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറയുന്നു. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് ഒന്നല്ല ഒരുപാട് തവണ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ഞാനാണെങ്കിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ചുമരി നോക്കിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീല പെയിൻറ്റിൽ വെള്ള അടിച്ചിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് ഞാൻ എടുത്തു പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ പറയാം. എന്നിട്ട് അവിടെ നോക്കി എനിക്കെങ്ങനെ പ്രാർത്ഥിക്കണം അറിയത്തില്ല. ഞാൻ 7 പ്രാവശ്യം വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, 7 പ്രാവശ്യം പ്രാർത്ഥിക്കും. അപ്പോഴും ബാക്കിലൊരു നിഴല. ഞാനാണെങ്കിൽ ഊട്ടക്കണ്ടിട്ട് തിരിഞ്ഞ് നോക്കിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം എനിക്കറിയാം വരുന്നതെന്ന്. അപ്പോൾ ഒരു ദിവസം അതിൻ്റെ കൂടെ തന്നെ ഞാൻ സ്വപ്നം കാണുന്ന മുഴുവൻ കടൽ കയറുന്നതാണ്. കടൽ കയറി ഇറങ്ങുമ്പം പച്ചയും നീലയും മെഴുകുതിരി അവിടെ കിടക്കുന്നു. ഇതേപോലെയാണ് ഞാൻ കാണുന്നത്. ഒരുപാട് വർഷം ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു ദിവസം ഞാൻ വിചാരിച്ചു, ആലപ്പുഴയിൽ നിന്ന് വീട്ടിൽ ചെന്നപ്പം 8 മണിയൊക്കെ ആയി. അപ്പം ഞാൻ വിചാരിച്ചു, ഇന്ന് പ്രാർത്ഥിക്കേണ്ട, ഒരു ദിവസം പ്രാർത്ഥിക്കേണ്ടല്ലോ എന്ന് വെച്ചു. അപ്പം എനിക്ക് നല്ല തലവേദനയുണ്ട്. ഞാനപ്പം കിടക്കാമെന്ന് വിചാരിച്ച് ചാരി കിടക്കുക. അപ്പോഴത്തേക്കിനാണെങ്കിൽ ഞാനിങ്ങനെ ഇൻസ്റ്റയിലെടുത്ത് ഇങ്ങനെ റീൽ കണ്ടപ്പോൾ പാലസ്തീൻ്റെ കുഞ്ഞുങ്ങളിങ്ങനെ ഭക്ഷണമില്ലാതെ അങ്ങനത്തെ ഒരു റീൽ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനങ്ങനെ സങ്കടപ്പെട്ട് ഒരിക്കലും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാറില്ല. പക്ഷേ അതിലെനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ എണീറ്റ് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കണ്ണങ്ങ് നിറയുന്നുണ്ട്. അപ്പം അതുവരെ അവിടെ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ സാധാരണ രീതി ഫാൻ കിടക്കുന്നു.
അത്രയും നേരം ഇല്ലാത്ത ഭയങ്കര വെളിച്ചം, ഫാൻ ഭയങ്കര ശക്തിക്ക് ഇറങ്ങുന്നു, കലണ്ടർ ഭയങ്കര ശക്തിക്ക് അടിക്കുന്നു, അവിടെ ഒരു പേപ്പർ റോളിൻ്റെ തുമ്പ് കിടന്ന് ഭയങ്കര ശക്തിക്ക്, ഭയങ്കര സൗണ്ട്. എന്നിട്ടും ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി നിഴൽ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോഴത്തേക്കിനും ഞാൻ എന്നിട്ടും നേരെ നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ കരഞ്ഞപ്പോൾ ഒന്നുകൂടി തലവേദന കൂടി. അപ്പം എന്നിട്ട് ഞാൻ നിർത്തിയില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ നേരം ഒരു വിരൽ കൊണ്ട് നമ്മുടെ മുടിയിൽ തൊടത്തില്ലേ, അതേപോലെ മുടി തൊട്ടു. അപ്പോൾ ഒന്ന് അമ്മങ്ങി. അപ്പോഴത്തേക്കിനും ഞാൻ നോക്കിയപ്പോൾ തലവേദനയും പോയി. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ വന്ന് കിടന്നപ്പം പിന്നെ കലണ്ടർ വടിയില്ല, ഒന്നുമില്ല, ഭയങ്കര നിശബ്ദത, ഫാനൊക്കെ ചെറുതായിട്ടേ കറങ്ങുന്നുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി വന്നിട്ട് പോയതായിരിക്കും എന്ന് എഴുതി ഞാനും കിടന്നു. അതേപോലെ തന്നെ ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം എനിക്ക് അമ്മയെ കാണാൻ പറ്റി. അത് രണ്ടും വെളുപ്പിനെ 2:30-ക്കും 3 മണിക്കും ഇടയിലാണ് 2 പ്രാവശ്യം. ഒന്നാമതെന്ന് പറയുന്നത് നമ്മുടെ ഈ പിക്ചറിനകത്തുള്ള മാതാവിൻ്റെ രൂപം. ഞാൻ സൈഡിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ആ രൂപം കണ്ടു. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ ഒരു രൂപം കാണുമ്പോൾ നമുക്ക് പേടിയല്ലേ വരുന്നത്. അപ്പം ഞാൻ കണ്ണ് തിരുമ്മി ഫോണിൽ നോക്കിയപ്പോൾ സമയം നോക്കി. ഞാൻ കൃത്യം എനിക്കിപ്പോൾ അറിയത്തില്ല. എന്നിട്ടും ഒരു 3-4-5 മിനിറ്റ് ആ രൂപം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം അത് കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഞാൻ കണ്ടത്. പക്ഷേ ആ മാതാവിന് ഈ രൂപം തന്നെയാണ്, പക്ഷേ നിറത്തിൽ വ്യത്യാസം വന്നു. രക്തത്തിൻ്റെ നിറമായിരുന്നു. അതുപോലെ തന്നെ ഞരമ്പ് പോലെ എന്തോ ഒന്ന് ചുറ്റും ഇങ്ങനെ കെട്ടിപ്പടഞ്ഞ് കിടക്കുന്നുണ്ട്. എനിക്കതെന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ അന്ന് ഞാൻ പേടിച്ചില്ല. കാരണം 1 പ്രാവശ്യം വന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പേടി തോന്നിയില്ല. അങ്ങനെ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ വെച്ച നിയോഗത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു കൂടോത്രം, നെഗറ്റിവിറ്റി അതെല്ലാം ഒന്ന് മാറ്റി തരണേന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഒരു കാര്യം പറയാം. 1 പ്രാവശ്യം ഞാൻ സ്വപ്നം കണ്ടപ്പം എനിക്കറിയാം ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ നെഗറ്റിവിറ്റി ചെയ്യുന്ന ഒരാളുണ്ടെന്നറിയാം. അപ്പം ആ ആളെ ഞാൻ സ്വപ്നത്തിൽ കാണുക. സ്വപ്നത്തിൽ കണ്ടിട്ട് പറഞ്ഞു, അവരിങ്ങനെ പറയുക, നീ നശിക്കും എന്ന് പറയുക. അപ്പം ഞാൻ അവരോട് സ്വപ്നത്തിൽ ഞാൻ പറയും, ഭയങ്കര റിയാലിറ്റിയിലാണ് ഞാൻ കാണുന്നത്. പറയുക, അങ്ങനെയൊന്നും നടക്കത്തൊന്നുമില്ല, എൻ്റെ കൂടെ എൻ്റെ മാതാവുണ്ടെന്ന് ഞാൻ ആ സ്വപ്നത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചതിന് അമ്മ പറയുകയായിരിക്കാം, നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയുകയായിരിക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ കയറുമ്പം ഭയങ്കര ഒരു നെഗറ്റിവിറ്റി ആയിരുന്നു. നെഗറ്റിവിറ്റി എന്ന് പറയുമ്പം ഭയങ്കര ദേഷ്യം, മാനസികപരമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു വീട്ടിൽ കയറുമ്പോൾ. അതിനുശേഷം എനിക്കാണെങ്കിൽ പിന്നെ ആ നെഗറ്റിവിറ്റി ആ വീട്ടിൽ കാണുന്നില്ല. വീട്ടിൽ തന്നെ കയറുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്, ഒരു പോസിറ്റിവിറ്റിയാണ് എനിക്ക് കിട്ടുന്നത്. അതും അമ്മയോടുള്ളത്. ഞാനാണെങ്കിൽ ഒരു ഇൻസ്റ്റയിലെ ഏത്തിസ്റ്റ് കേരളയ്ക്കകത്താണ് ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യം കാണുന്നത്. ട്രോള് വഴിയാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ പറയും, പിന്നെ ഇതൊക്കെ നടക്കുമോ എന്നുള്ള ഇതായിരുന്നു. ഇതൊഴി കൂടി ആലപ്പുഴ കൂടി പോകുമ്പോൾ ഞാൻ പറയാം, ഇത്ര ആൾക്കാരൊക്കെ എന്തിനാണ് ഇവിടെ വരുന്നതെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി, ദൈവം എന്നുള്ളതുണ്ട്, മാതാവ് അത് സത്യമാണെന്ന് എനിക്കറിയാം. കാരണം നമ്മളൊന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുമോ എന്നുള്ളത് എനിക്ക് നന്നായിട്ടിപ്പോൾ മനസ്സിലായി. ഏറ്റവും വലുത് അന്നന്ന് വേണ്ടുന്ന ആഹാരം നൽകി അനുഗ്രഹിച്ച ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയോടൊന്നല്ല, സകലരോടും എനിക്ക് ദേഷ്യമായിരുന്നു. എൻ്റെ ചേച്ചി എന്നോട് പറയും, 10 രൂപയ്ക്ക് ദേഷ്യപ്പെടേണ്ടത് നീ ഒരു 100 രൂപയുടെ ദേഷ്യമാണല്ലോ കാണിക്കുന്നതെന്ന് പറയും. പക്ഷേ ഇന്നെനിക്ക് ദേഷ്യമെല്ലാം കുറഞ്ഞു. അമ്മ പറയുമ്പോൾ ആര് പറഞ്ഞാലും ഇച്ചിരിയൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നത്. പക്ഷേ എന്നാലും ഭയങ്കര രീതിയിലുള്ള മാറ്റം എനിക്കുണ്ട്. ആത്മീയമായ രീതിയിൽ ഞാൻ മാറി എന്നുള്ളതാണ്. എപ്പോഴും ഈ ഫോൺ അഡിക്ഷൻ പോലെ. പക്ഷെ അത് മാറി ബൈബിള് വായിച്ച് കൊന്ത ചൊല്ലി എല്ലാവരോടും നേരത്തെയൊക്കെ ദേഷ്യം ഉള്ളി വെക്കുന്ന ഒരാളായിരുന്നു. ഇപ്പം ഞാൻ വിചാരിക്കുക, എന്തിനാ അവരോട് ഉള്ളി ദേഷ്യം വെക്കുന്നത്, എന്തിനാ നമ്മൾ ശത്രുത വെക്കുന്നത് എന്നുള്ള ഓരോ കാര്യങ്ങളും അമ്മയോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും ആരോടാണെങ്കിലും സമാധാനത്തോടെ സംസാരിക്കാമെന്നുള്ള ഒരു രീതിയിലേക്ക് എത്തി കാര്യങ്ങൾ. അതേപോലെ തന്നെ ആത്മീയമായ രീതിയിൽ വളരാൻ ഒരുപാട് സാധിച്ചു. എനിക്ക് ബൈബിൾ വായിക്കുന്ന ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ബൈബിൾ ഇല്ലായിരുന്നു. അപ്പോൾ ഷീബ എന്ന് പറയുന്നൊരു ചേച്ചി എനിക്ക് ബൈബിള് ഇവിടുന്ന് തന്നെയാണ്, എനിക്ക് കൃപാസനത്തിൽ നിന്ന് തന്നെയാണ് എനിക്ക് വാങ്ങിച്ചു തന്നത്. ഇപ്പോൾ രാത്രി ഞാൻ എന്നും ബൈബിൾ വായിച്ചിട്ടാണ് കിടക്കുന്നത്. കൊന്ത ചൊല്ലി എല്ലാം ചെയ്യും. ആത്മീയപരമായ രീതിയിലും ഞാൻ ഒരുപാട് മാറ്റം എനിക്ക് സംഭവിച്ചു. അതേപോലെ തന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചയിലെ ധ്യാനം ഞാൻ കൂടും. സാക്ഷ്യങ്ങളൊക്കെ എനിക്ക് പറ്റും. ഞാൻ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കാണും, ധ്യാനമൊക്കെ ഷെയർ ചെയ്യും.
അതേപോലെ തന്നെ രാവിലത്തെ പ്രാർത്ഥന ഞാൻ കേൾക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എനിക്ക് ബൈബിളിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, വചനങ്ങൾ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് അച്ഛൻ്റെ ഓരോ ടോക്കുകളും ഞാൻ കേൾക്കാറുണ്ട്. കാരണം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ഞാൻ ഓരോ ആ വചനങ്ങൾ വെച്ചിട്ടായിരിക്കും ഞാൻ ബൈബിള് വായിക്കുന്നത്. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള മാറ്റം എൻ്റെ ജീവിതത്തിലും ഒരു ആത്മീയ രീതിയിലും ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇത്രയേറെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കും, എനിക്കിത്രയും അനുഗ്രഹങ്ങൾ തരാൻ ഞാൻ യോഗ്യയാണോ? കാരണം നിന്നെ ഞാൻ അത്രയും തള്ളി പറഞ്ഞതല്ലേ, എന്നിട്ടും എൻ്റെ അടുത്ത് വരാൻ ഞാൻ യോഗ്യയാണോ എന്ന് ഞാൻ പലപ്പോഴും മാതാവിൻ്റെ അടുത്ത് ചോദിക്കും. അതേപോലെ തന്നെ ഞാനൊരു വാളിൽ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞില്ലേ, ഞാൻ അവിടെ മാതാവിൻ്റെ രൂപം വരയ്ക്കണമെന്ന് ഞാൻ വിചാരിച്ച് വെച്ചിരുന്നായിരുന്നു. പക്ഷേ ഞാൻ മറന്നെങ്കിലും അമ്മ അത് മറന്നില്ല. ആ വാളിൽ, ആ നീല പെയിൻ്റ് അടിച്ച വാളിൽ അമ്മയുടെ രൂപം ചെറുതായി പ്രത്യക്ഷപ്പെട്ട് വരികയാണ്. ഇപ്പം ആ നീല മേലെങ്കിൽ കാണാൻ പറ്റും, മുഖം വ്യക്തമല്ലെങ്കിലും ആ രൂപം എനിക്ക് കാണാൻ പറ്റും. ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ എൻ്റെ മാതാവിനും യേശു അപ്പച്ചനും ഒരുപാട് നന്ദി പറയുന്നു. മാതാവിനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ ഭവനത്തിലെ കടങ്ങൾ കാരണമാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ വന്നത്. കടങ്ങളും ഭയങ്കര മാനസികമായ വിഷമ കാരണമാണ് വന്നത്. എൻ്റെ കടങ്ങൾ വീട്ടാൻ എനിക്ക് പറ്റി. അതുകൂടാതെ എൻ്റെ വീട്ടിലെ മാതാവ് ഇടപെട്ട് എനിക്ക് എൻ്റെ 1,00,000 രൂപ എനിക്കൊരു കടമുണ്ടായിരുന്നു. ആ 1,00,000 രൂപ എനിക്ക് വീട്ടാൻ 4 മാസം ഞാൻ 5,000 രൂപ വെച്ച് കൊടുത്തു. ഇതെങ്ങനെ എനിക്ക് ഈ കടം വീട്ടാൻ പറ്റും? മുതൽ കൊടുക്കാൻ പറ്റുന്നില്ല. കടങ്ങൾ അതിൻ്റെ പലിശ മാത്രം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിന് ഒരു വഴിയില്ല. വീട്ടിൽ ഞങ്ങൾക്ക് കഴിക്കാൻ പോലും ഇല്ല. പിന്നെ ഞങ്ങളിതെങ്ങനെ വീട്ടും എന്നുള്ള ഒരവസ്ഥയിൽ വന്നപ്പോൾ എനിക്ക് ഇരുന്ന് ഇച്ചിരി സ്വർണത്തിൽ നിന്ന് ആ വില കൂടിയപ്പോൾ ഞാൻ അതിൽ നിന്ന് അമ്മ ഇടപെട്ട് ആ സമയത്ത് എനിക്ക് തന്ന്, അതുകൊണ്ട് എനിക്ക് ആ കടം വീട്ടാൻ പറ്റി. അതുകൂടാതെ എൻ്റെ ഭവനത്തിലെ ഞങ്ങൾക്കെല്ലാവർക്കും രോഗങ്ങളായിരുന്നു. സൗഖ്യം തന്ന അമ്മ മാതാവിനും തിരുവുമാരനും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് തന്ന ഈശോപ്പച്ചനും അമ്മയ്ക്കും 1000 നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.